വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇൻഡിപെൻഡന്റ് ഗോസ്പൽ ബാപ്റ്റിസ്റ്റ് ചർച്ച് അഡോണായി മീഡിയയിലൂടെ ഞങ്ങളെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഒരു പുതിയ വിഷയമായി ഈ മാധ്യമത്തിന്റെ മുമ്പിൽ കാണപ്പെടുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്നുള്ളത് പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ളതാണ്. പ്രാർത്ഥനയെ സംബന്ധിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, pray without ceasing എന്നാണ് അവിടെ കാണുന്നത്. തീർച്ചയായിട്ടും സ്ഥിര ഉത്സാഹത്തോടു കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വിശ്വാസ സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗം തുറക്കുന്ന ഒരു താക്കോലാണ്. അത് മാത്രമല്ല, ക്രിസ്തീയ ജീവിതത്തിലെ 2 ആയുധങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ദൈവവചനം ഒരു ആയുധമായിട്ട് പറയുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് പ്രാർത്ഥന എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ആയുധമാണ്. പ്രാർത്ഥന എന്നുള്ളത് ദൈവത്തോട് സംഭാഷിക്കുന്ന, ദൈവത്തോട് അടുത്ത് ഇടപെടുന്നതായ ഒരു വലിയ യഥാർത്ഥമായിട്ടുള്ള റിയലായിട്ടുള്ള ഒരു സമയം കൂടിയാണ്. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ അപേക്ഷയോടുകൂടി, യാചനയോടുകൂടി, കണ്ണുനീരോടുകൂടി, ഹൃദയവേദനയോടുകൂടി, ഹൃദയഭാരത്തോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന, ദൈവത്തിന്റെ സന്നിധിയിൽ അടുക്കുന്ന ഒരു കാര്യത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദ് ഭക്തൻ താൻ ദൈവത്തോട് പറഞ്ഞിരിക്കുന്നതായ ഒരു കാര്യമുണ്ട്: എന്റെ അപേക്ഷ കേട്ട് എന്നോട് ഉത്തരമല്ലണമേ, എന്റെ കഷ്ടതയിൽ നിന്ന് എന്നെ ഉദ്ധരിക്കണമേ, കഷ്ടകാലത്ത് എനിക്ക് ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചതായ ദാവീദ് ഭക്തന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ ദാസനായ 72-ൽ പരം സങ്കീർത്തന പുസ്തകങ്ങൾ രചിച്ച കാവ്യഗ്രന്ഥത്തിൽ പറയുന്ന ഒരു സത്യമുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ കുറിച്ച് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇവിടെ പറയുന്ന ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിബന്ധങ്ങൾ, കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി തീരണം എന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന് പറയുന്നത് പ്രാർത്ഥന 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 ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് കടന്നു പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. 1952 ഡോക്ടർ ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായിരിക്കുന്ന ശാസ്ത്ര ഗവേഷകൻ തന്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞതായ ഒരു സത്യമുണ്ട്. ആ സത്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: ഒരു ഗവേഷണം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പുറകിലെ ബലം എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് തന്റെ സ്റ്റുഡൻസിനോട് ചോദിക്കുവാനിടയായി തീർന്നു. ഇന്ന് ഈ വൈകിയ സമയത്ത് ഈ ചാനലിലൂടെ എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ തയ്യാറായിട്ട് കടന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരു ഉത്തരം ലഭിക്കുന്നു. അതിന് കാരണം എന്ന് പറയുന്നത്, നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഉടയതമ്പുരാനായ, നമ്മുടെ മൂക്കിൽ ജീവശ്വാസം ഊതിയതായ, നമ്മുടെ ജീവിതത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ദൈവത്തിന്റെ സന്നിധിയിലാണ് പ്രാർത്ഥിക്കുന്നത്. പ്രഗത്ഭനായിരിക്കുന്ന ജോർജ് മുള്ളർ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ പറഞ്ഞത് ഇപ്രകാരമാണ്: പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനി ശക്തിയുള്ള ക്രിസ്ത്യാനിയാണ് എന്നുള്ളതാണ്. എ പ്രയർഫുൾ ക്രിസ്ത്യൻ ഈസ് എ പവർഫുൾ ക്രിസ്ത്യൻ. പ്രാർത്ഥിക്കുന്നവൻ തകർന്നു പോകുകയില്ല, പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല, പ്രാർത്ഥിക്കുന്നവൻ നിരാശനായി തീരുകയില്ല, പ്രാർത്ഥിക്കുന്നവൻ സങ്കടപ്പെടുവാൻ വരികയില്ല, പ്രാർത്ഥിക്കുന്നവൻ നിരായുധനായി തീരുവാൻ ഇടയായി തീരുകയില്ല. അവന്റെ ജീവിതത്തിൽ വലിയൊരു പ്രത്യാശ കണ്ടെത്തും എന്നുള്ളതാണ്. കാരണം നാം പ്രാർത്ഥിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനോടാണ്. മധ്യസ്ഥനായിരിക്കുന്ന, വക്കീലായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, നീ യാഥാർത്ഥ്യമായി മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, നമ്മുടെ ഉടയതമ്പുരാനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും പ്രാർത്ഥനയുടേതായ ശാരീരിക ഭാഷകൾ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. പലപ്പോഴും വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നാം മാനസികമായി തകർന്ന് ചഞ്ചലപ്പെട്ട് എന്ത് ചെയ്യും? അനേക വൈതരണികൾ, അനേക പ്രശ്നങ്ങൾ തിരമാലകൾ പോലെ ആഞ്ഞടിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാൻ എങ്ങനെ കഴിയും? പ്രാർത്ഥനയിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ് കടന്നു പോകുകയാണെങ്കിൽ ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായി പറയുന്ന ഒരു സത്യമാണ്: ഇടവിടാതെ സ്ഥിര ഉത്സാഹത്തോടുകൂടി മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമേ എന്നുള്ളതാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് രേഖപ്പെടുത്തുന്നത്. പ്രാർത്ഥന ഒരു വിജയത്തിൻ്റെതായ മുന്നോടിയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരിക്കലും പരാജയം
വിജയിക്കും. പ്രാർത്ഥിക്കുന്നവൻ തഴയില്ല. പ്രാർത്ഥനയിൽ മുൻപോട്ട് കടന്നു പോകുന്നവൻ അവൻ ഉറച്ചു നിൽക്കുവാനിടയായി തീരും. ഉറപ്പോടും ധൈര്യത്തോടും മുൻപോട്ട് കടന്നു പോകാനിടയായി തീരും. കാരണം അവൻ പ്രാർത്ഥിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാകുന്ന രക്ഷകനോടാണ് പ്രാർത്ഥിക്കുന്നത്. പുത്രന്റെ നാമത്തിൽ ചോദിക്കപ്പെടുന്ന ഏത് വിഷയത്തിന്മേലും ദൈവം ഇറങ്ങി പ്രവർത്തിക്കുവാനിടയായി തീരും. എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നാം നിരാശരായി പോകരുത്. പ്രാർത്ഥന സ്ഥിര ഉത്സാഹത്തോടുകൂടി പ്രാർത്ഥിക്കുക. സ്ഥിര ഉത്സാഹത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വേണ്ടപ്പെട്ടവരെ, എന്റെ സുഹൃത്ത് വലയങ്ങളെ, എന്നെ കേൾക്കുന്ന ഈ ചാനലിൽ കൂടെ കേൾക്കുന്ന പ്രേക്ഷിതരെ പറയട്ടെ, ആരെങ്കിലും നിരാശപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തോടു കൂടി പറഞ്ഞുകൊണ്ടൊരു വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുവാനിടയായിത്തീരുന്നു. 13 വർഷക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ തലമുറയില്ലാതെ ഭാരപ്പെട്ടപ്പോൾ, അനേക നിമിഷങ്ങൾ വളരെ നിരാശയുടേതായ മാനുഷികപരമായ നിരാശയുടെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ എന്റെ പ്രിയ പത്നിയാശിയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആത്മീക അനുഗ്രഹങ്ങളെ, ആത്മീക നന്മകളെ, പ്രതിഫലത്തെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകപ്പെട്ടതായ അനുഭവങ്ങളുണ്ട്. 13 വർഷം ഞങ്ങൾ കാത്തിരുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കുന്നത്? പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ വെറുതെയായി പോകുമോ? ഒരിക്കലുമില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് നീ ബലപ്പെടുക, സ്ഥിര ഉത്സാഹത്തോടു കൂടി മുൻപോട്ട് കടന്നു പോകുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകുവാനിടയായി തീർന്നു. ഞങ്ങളുടെ മുമ്പിൽ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ തന്നെ പ്രിയ മകനും ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, പ്രിയ സഹോദരങ്ങളെ, വേണ്ടപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരും. ഒരു പക്ഷെ നാം പ്രാർത്ഥിക്കുന്നത് ഭൗതിക നന്മകൾക്ക് വേണ്ടിയാണോ, അതോ നമ്മുടെ ആത്മീക നന്മകൾക്ക് വേണ്ടിയോ? എന്നാൽ ഞാൻ പറയട്ടെ, ആത്മീക നന്മകൾക്ക് വേണ്ടി നാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ഭൗതിക നന്മകളിലും ദൈവം പ്രവർത്തിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് തന്നെ സ്ഥിര ഉത്സാഹത്തോടു കൂടി പ്രാർത്ഥിക്കുക. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനായ സ്വർഗീയ നല്ല ദൈവമേ കർത്താവേ, ഈ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയത്തിനായി നന്ദിയോടെ